നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, എക്കോളജിക്കൽ പിരമിഡ് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ? ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് അടുത്ത ഓർഗാനിസം ഭക്ഷിക്കുന്നു, ഇനി ആ ഓർഗാനിസത്തിനെ ഭക്ഷിക്കുന്ന അടുത്ത ഓർഗാനിസം ഉണ്ട്. അങ്ങനെ ഇതൊരു ചെയിനായിട്ട് പോകുന്നതാണ്. അതായത് ഈ ഫീഡിങ് റിലേഷൻഷിപ്പ് ഒരു ചെയിനായിട്ട് പോകുന്നു. അതിനെ നമുക്കൊരു ചെയിൻ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡിങ് റിലേഷൻഷിപ്പ് ചെയിൻ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് ചെയിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗ്രേസിങ് ഫുഡ് ചെയിൻ. എന്താണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ? ഗ്രേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുല്ല് മേയുന്നതിനാണ് ഗ്രേസിങ് എന്ന് പറയുന്നത്. അതിൻ്റെ വേർഡ് മീനിങ് തന്നെ അതാണ്. അപ്പോൾ ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ ഗ്രീൻ പ്ലാന്റ്സ്, അതായത് സസ്യങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഫുഡ് ചെയിനെ ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയും. നോർമലി എല്ലാ ഫുഡ് ചെയിനും സസ്യങ്ങളിൽ നിന്നാണ് തുടങ്ങുക, പ്ലാന്റ്സിൽ നിന്നാണ് തുടങ്ങുക. ഒരു എക്സാമ്പിൾ ഗ്രാസ്, ഡിയർ, ലയൺ. ഇതൊരു എക്സാമ്പിളാണ്. 3 ഓർഗാനിസമുള്ള ഒരു ഫുഡ് ചെയിൻ എക്സാമ്പിളാണിത്. ഇപ്പോൾ ഇവിടെ ഗ്രാസ് ആണ്, പ്രൈമറി എന്ന് പറയുന്നത് ഗ്രാസ് ആണ്. ഇത് പ്രൊഡ്യൂസർ, ഇത് പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ. അങ്ങനെ ഈ ഫീഡിങ് റിലേഷൻഷിപ്പ്, ഗ്രാസ് ഈസ് ഈറ്റൻ ബൈ ഡിയർ, ഡിയർ ഈസ് ഈറ്റൻ ബൈ ലയൺ, ഈ ഫീഡിങ് റിലേഷൻഷിപ്പ് ഒരു ചെയിൻ ഫോമിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഫുഡ് ചെയിൻ എന്ന് പറയുക. ഇനി നമ്മളൊരു അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൻ്റെ കേസ് എടുത്താൽ, ഒരു കുളം അല്ലെങ്കിൽ ഒരു നദിയുടെ കേസ് എടുത്താൽ, ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ ഫിഷ്. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ പായൽ വിഭാഗത്തിൽപ്പെട്ട ചെറിയ മൈക്രോസ്കോപ്പിക് സസ്യങ്ങളാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. സൂ പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ ചെറിയ പ്രാണികൾ, അതിനാണ് സൂ പ്ലാങ്ക്ടൺ എന്ന് പറയുക. പിന്നെ ആ പ്രാണികളെ ഭക്ഷിക്കുന്ന ഫിഷസ്. ഇതൊരു അക്വാറ്റിക് ഫുഡ് ചെയിനാണ്. ഇനി സാധാരണ നമുക്ക് ഏറ്റവും വലിയ ഫുഡ് ചെയിൻസ് കാണാൻ പറ്റും ഓഷ്യൻസിലാണ്. അതായത് നമുക്ക് പറയാം, ഫുഡ് ചെയിൻ്റെ കേസിൽ പ്രൊഡ്യൂസർ, ഹെർബിവോർ, കാർണിവോർ, ഓംനിവോർ, അങ്ങനെ നമ്മൾ പറയുക. അങ്ങനെ ആ ഫുഡ് ചെയിൻ അങ്ങ് പോകും, 4 ഇതിലാണ് പോവുക. പക്ഷേ ഈ ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട്, വൈവിധ്യം ഉള്ളതുകൊണ്ട്, ഇപ്പോൾ കടലിലെ ചെറിയ പായൽ ഭക്ഷിക്കുന്ന ചെറിയ ഓർഗാനിസം ഉണ്ടാവും, അവയെ ഭക്ഷിക്കുന്ന അതിന് തൊട്ട് മുകളിലുള്ള ഓർഗാനിസം, അവയെ ഭക്ഷിക്കുന്ന അടുത്ത ട്രോഫിക് ലെവലിലെ ഓർഗാനിസം. ഇങ്ങനെ ഈ ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമലി ഒരു ഫുഡ് ചെയിന് 3 അല്ലെങ്കിൽ 4 സ്റ്റേജസേ ഉണ്ടാവുള്ളൂ. പക്ഷേ കടലിൻ്റെ അല്ലെങ്കിൽ ഓഷ്യൻ്റെ കേസിലൊക്കെ, സമുദ്രങ്ങളുടെ കേസിലൊക്കെ ഈ ഫുഡ് ചെയിൻ 4 അധികം സ്റ്റേജസ് ഉണ്ടാകാറുണ്ട്. ഇനി അടുത്തതാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഗ്രേസിങ് ഫുഡ് ചെയിൻ. എന്താ ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ, ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിനാണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ. ഇനി ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് വെച്ചാലോ, ഓർഗാനിക് മാറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഡീക്കേ ചെയ്യുന്ന, അതായത് ചീഞ്ഞഴിഞ്ഞ ബയോ വേസ്റ്റായ ഓർഗാനിക് മാറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിനാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. അതിൻ്റെ എക്സാമ്പിളാണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്രോബ്സ്, അതായത് ചെറിയ സൂക്ഷ്മജീവികൾ, ടെർമൈറ്റ്സ്, ചെതൽ, അവിടെ നിന്നാണ്. അതായത് അഴുകിപ്പോയ, അതായത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നല്ലാതെ ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫുഡ് ചെയിനാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. അപ്പോൾ ഇതിനധികം സ്റ്റേജസ് ഉണ്ടാവില്ല. ഡെട്രിറ്റസ് മാറ്റർ, അതായത് ഈ ഒരു ബയോ വേസ്റ്റ്, ഡെട്രിറ്റസ്, അത്രേ ഉണ്ടാവും. ആ 2 സ്റ്റേജ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഉണ്ടാവും. അപ്പോൾ ഫുഡ് ചെയിനാണ് നമ്മൾ പറഞ്ഞത്. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീഡിങ് റിലേഷൻഷിപ്പാണ്. ആരെ ഭക്ഷിച്ചു എന്നത് ഒരു ചെയിൻ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ഫുഡ് ചെയിൻ എന്ന് പറയുക. അടുത്തത് ഫുഡ് വെബ്. ഇപ്പോൾ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഫുഡ് ചെയിൻ അധികം നമുക്ക് എക്സിസ്റ്റ് ചെയ്യാറില്ല. ഫുഡ് ചെയിൻസ് എക്സിസ്റ്റ് ചെയ്യാറില്ല എന്ന് പറയാൻ കാരണം, ഫുഡ് ചെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫുഡ് ചെയിൻ ഇപ്പം പല ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓർഗാനിസം തന്നെ പല ഓർഗാനിസത്തിനെ ഭക്ഷിക്കാം. ഓരോ ഓർഗാനിസം തന്നെ പല ഓർഗാനിസത്തിനെ ഭക്ഷിക്കാം. ആ കേസിൽ നമ്മൾ ഈ ഫുഡ് ചെയിനുകൾ കൂട്ടി വരയ്ക്കാന്നുണ്ടെങ്കിൽ, ഒരു ഡയഗ്രാം വരയ്ക്കാന്നുണ്ടെങ്കിൽ, നമുക്കൊരു വെബ് പോലെ, അതായത് ഒരു വല പോലെ ഒരു അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഫോം ചെയ്യുന്ന കുറേ ഫുഡ് ചെയിൻസ് കൂട്ടി വരച്ച് ഒരു നെറ്റ്വർക്ക് ഫോമിലാവുന്നതിനെ ഫുഡ് വെബ് എന്ന് പറയും. അപ്പോൾ ഫുഡ് ചെയിൻ നോർമലി ലീനിയറാണ്, അതായത് ഒരു ലൈനാണ്. ഇനി ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ ഒരു ആനിമലിനെ തന്നെ ഭക്ഷിക്കുന്ന വിവിധ പ്രൊഡക്റ്റസ്, അതായത് അവയെ ഇരയാക്കുന്നവർ വിവിധ തരങ്ങളുണ്ടാവും, വിവിധ ഓർഗാനിസംസ് ഉണ്ടാവും.
അങ്ങനെയുള്ള കുറേ ഫുഡ് ചെയിൻ്റെ ഒരു അസംബ്ലിയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് വെബിനെ ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻ, കുറേ ഫുഡ് ചെയിൻസ് ഇൻ്റർ കണക്ട് ചെയ്ത് ഒരു വെബ് ഫോമാണ്, അതായത് ഒരു വല പോലെ ഉള്ള ഫോമാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇനി നമുക്കടുത്ത ട്രോഫിക് ലെവൽ എന്താണെന്ന് നോക്കാം. അതായത് എന്താണ് ട്രോഫിക് ലെവൽ എന്ന് വെച്ചാൽ, ഒരു ഓർഗാനിസം ഇപ്പം നമ്മൾ പറഞ്ഞു ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന് ഫുഡ് ചെയിൻസ് തുടങ്ങും. അടുത്തത് ഗ്രീൻ പ്ലാന്റ്സിനെ ഭക്ഷണമാക്കുന്ന ജീവികൾ, അത് കഴിഞ്ഞിട്ട് അവയെ ഭക്ഷണമാക്കുന്ന അടുത്ത ജീവികൾ. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിനെയൊക്കെ നമുക്കൊരു ലെവലിൽ കൊണ്ടുവരാം, ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഇനി ആ ഗ്രീൻ പ്ലാന്റ്സിനെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസത്തിൻ്റെ ജീവികളെ അടുത്ത കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഇങ്ങനെ തിരിക്കുന്ന ഓരോരോ കാറ്റഗറിയാണ് നമ്മൾ ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് ചെയിൻ്റെയും ഫുഡ് വെബും ഒക്കെ ക്ലാസിഫൈ ചെയ്ത് പഠനത്തിൻ്റെ എളുപ്പത്തിനായിട്ട് ഈ ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഓർഗാനിസംസിനെ നമ്മൾ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവലായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈച്ച് ഫീഡിങ് ലെവൽ, ഓരോ ഫീഡിങ് ലെവലും ഓരോ ട്രോഫിക് ലെവലാണ്. ഇനി ഒരു ഓർഗാനിസം എപ്പോഴും ഒരു ട്രോഫിക് ലെവലായിരിക്കും? ആയിരിക്കില്ല. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുക. വീറ്റ്, അതായത് ഗോതമ്പ്. വീറ്റ് ഈസ് ഈറ്റൺ ബൈ മാൻ. മനുഷ്യൻ ഗോതമ്പ് ഭക്ഷിക്കുന്നു. ഇനി അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ സ്ഥാനം സെക്കൻഡ് ട്രോഫിക് ലെവലാണെന്ന് നമുക്ക് പറയാം. ഇത് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, ഇത് സെക്കൻഡ് ട്രോഫിക് ലെവൽ. പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരിക. ഇനി രണ്ടാമത് നോക്കൂ, ആൽഗെ, ഇൻസെക്റ്റ്, ഫിഷ്, മാൻ. ഇവിടെ മനുഷ്യൻ എത്രാമത്തെ ട്രോഫിക് ലെവലിലാണ്? നാലാമത്തെ ലെവലിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു സ്പീഷീസ്, അതായത് ഒരു വിഭാഗത്തിൽപ്പെട്ട ജീവികൾ എപ്പോഴും ഒരു ട്രോഫിക് ലെവലിലായിരിക്കില്ല, അത് മാറി വരാം. അടുത്തത് എക്കോളജിക്കൽ പിരമിഡ്സ്. അപ്പോൾ നമ്മൾ ഫുഡ് ചെയിൻ എന്താകുന്നുണ്ട്, ഫുഡ് വെബ് എന്താകുന്നുണ്ട്, ട്രോഫിക് ലെവൽ എന്താകുന്നുണ്ട്. അപ്പോൾ ഈ ട്രോഫിക് ലെവലിനെ ഒരു പിരമിഡ് ഫോമിൽ, ട്രോഫിക് ലെവലിനെ ഒരു പിരമിഡ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. എക്കോളജിക്കൽ പിരമിഡിൻ്റെ പ്രത്യേകത എന്താണ്? ബേസിൽ ഏറ്റവും താഴെ പ്രൊഡ്യൂസർ ആയിരിക്കും, അതിൻ്റെ സക്സസീവ് ലെവൽസിൽ അതിനെ ഭക്ഷണമാക്കുന്ന അടുത്ത കാറ്റഗറി ജീവികൾ. അപ്പോൾ പിരമിഡിൻ്റെ ഡയഗ്രാം കാണിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവും. അപ്പോൾ പിരമിഡ് എന്ന് പറഞ്ഞാൽ, എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രോഫിക് ലെവലിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് പറയാം. ആ പിരമിഡ് ഫോമിന് ബേസിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. പ്രൊഡ്യൂസർ ഫോം ദ ബേസ് ആൻഡ് സക്സസീവ് ഓർഗാനിസംസ് ആർ ആഡഡ് ടു ദ നെക്സ്റ്റ് ട്രോഫിക് ലെവൽസ്. അപ്പോൾ നമുക്ക് പിരമിഡ്, എക്കോളജിക്കൽ പിരമിഡ് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പിരമിഡ് ഓഫ് മാസ്. നമുക്ക് 3 ടൈപ്പ് എക്കോളജിക്കൽ പിരമിഡ് ഉള്ളത്. ഫസ്റ്റ് വൺ, പിരമിഡ് ഓഫ് മാസ്. അപ്പോൾ പിരമിഡ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ഓരോ ട്രോഫിക് ലെവലിലുമുള്ള ഓർഗാനിസത്തിൻ്റെ മാസ്, അതായത് അവയുടെ തൂക്കത്തെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുക, സപ്പോസ് ഒരു ഫോറസ്റ്റ് കൺസിഡർ ചെയ്യുക. അവിടെ ഫോറസ്റ്റ് കേസിൽ ഇതിൻ്റെ ഇതിൽ കൂടുതലുണ്ട്, ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതാണ് ഈ വാല്യൂസ്. അവിടെ ഒരു 1000 കിലോഗ്രാം ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ടെന്ന് കരുതുക ഒരു ടൈമിൽ. അപ്പോൾ ഈ ഗ്രീൻ പ്ലാന്റ്സ് അടുത്ത ട്രോഫിക് ലെവൽ ഭക്ഷിക്കുമ്പോൾ അത് റീജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത ഹെർബിവോർസ്, അതായത് ഗ്രീൻ പ്ലാന്റ്സിനെ ആഹാരമാക്കുന്ന ജീവികളുടെ തൂക്കം എന്ന് പറയുന്നത്, ഒരു സമയത്തുള്ള തൂക്കം എന്ന് പറയുന്നത് 100 കിലോഗ്രാമാണ് കരുതുക. ഓക്കെ. ഇനി ഇവയെ ഭക്ഷണമാക്കുന്ന ജീവികളുടെ തൂക്കം എന്ന് പറയുന്നത് 10 കിലോഗ്രാമേ ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ മാസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അതിന് മുകളിലോട്ട് പോകുന്തോറും ഈ വെയ്റ്റിൻ്റെ, അതായത് ഈ മാസിൽ നല്ല കുറവ് വരും. ഈ മാസിൽ വരുന്ന കുറവ് ഒരു പിരമിഡൽ ഫോമിൽ ട്രോഫിക് ലെവലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പിരമിഡ് ഓഫ് മാസ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് നോർമൽ പിരമിഡ് ഓഫ് മാസ്. ഇനി ചില കേസിൽ ഈ പിരമിഡ് ഓഫ് മാസ് ഇൻവേർട്ടഡ് ആവും. ഈ ഇൻവേർട്ടഡ് ആവുന്ന ഒരു എക്സാമ്പിളാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഒരു കുളത്തിൻ്റെ കേസ് എടുക്കുക. അപ്പോൾ അവിടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം ഒരു ടൈമിൽ കുറവാണ്, അവയെ ഈറ്റ് ചെയ്യുന്ന ജീവികളുടെ എണ്ണം പിന്നെ കുറച്ച് കൂടുതലാണ്, അവയെ ഈറ്റ് ചെയ്ത ജീവികളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ കൂടി വരുന്നു. അവരുടെ എണ്ണം എന്ന് അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൂക്കമാണ് ഉദ്ദേശിക്കുക. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് 4 ഗ്രാം, 8 ഗ്രാം, 12 ഗ്രാം അങ്ങനെ കാണിച്ചിരിക്കുന്നത്.
അങ്ങനെ ഈ വാല്യൂസ് എടുത്തിരിക്കുന്ന ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിലാണ്. നമുക്ക് 12 ഗ്രാമുള്ള വലിയ ഫിഷിനെ ഒന്നും സിം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആയുള്ള ചെറിയ പ്ലാന്റുകളായിരിക്കും ഉണ്ടാവുക. ഇവയുടെ ടേൺ ഓവർ റേറ്റ്, അതായത് ഇവ ഒന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ഒരു ജീവിനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാകുന്ന റേറ്റ് വളരെ കൂടുതലാണ്. അതായത് ഒരു ഫിഷ് ഇതിൻ്റെ ആയുസ്, ഫിഷിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫിഷിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ കുറച്ച് 2-3 വർഷങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ആയുസ് ഏതാനും ദിവസങ്ങളുണ്ടാവുള്ളൂ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഈ ചെറിയ ജീവികളൊക്കെ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ നമ്മളിതിൻ്റെ മാസ് എടുക്കുകയാണെങ്കിൽ ഈ ചെറിയ ട്രോഫിക് ലെവലിലെ മാസ് കുറവായിരിക്കും. അത് ട്രോഫിക് ലെവൽ കൂടുന്തോറും മാസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പിരമിഡിൻ്റെ ഈ ബേസ്, ഇതാണ് പിരമിഡിൻ്റെ ബേസ്. ഈ പിരമിഡിൻ്റെ ബേസിൽ മാസ് കൂടിയിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിടും. അത് തിരിച്ചിടാൻ കാരണം എന്താ? പിരമിഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എപ്പോഴും താഴെ വരേണ്ടത് പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അക്വാറ്റിക് തൂക്കം കൂടുതലുള്ളത്, മാസ് കൂടുതലുള്ളത് ബേസിൽ വരും, അതായത് പിരമിഡിൻ്റെ വൈഡ് പോർഷനിൽ വരും. അങ്ങനെ പിരമിഡ് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഇൻവേർട്ടഡ് ഫോമിലാണ് അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൻ്റെ കേസിൽ പിരമിഡ് ഓഫ് മാസ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ, അതായത് വളരെ ചെറിയ സസ്യങ്ങൾ, നമുക്ക് അസോള പോലത്തെ സസ്യങ്ങളൊക്കെ അറിയാം, പായൽ പോലത്തെ സസ്യങ്ങളൊക്കെ അറിയാം. അവ ഉണ്ടാകുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അവരെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ, അവ അല്ലെങ്കിൽ ഒരു ഭാഗം നശിപ്പിച്ച് കളഞ്ഞാൽ അത് പിന്നീട് ഉണ്ടായി വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഓക്കെ, ഒരു ടൈമിൽ ചെറിയ ഒരു റേറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ പെട്ടെന്ന് അത് റീപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നശിച്ച് എത്രത്തോളം ഇല്ലാതായോ അത് തന്നെ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പിരമിഡ് ഈ ഇൻവേർട്ടഡ് ഫോമിൽ കിട്ടുന്നത്. അതായത് ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ റാപ്പിഡ് ടേൺ ഓവർ റേറ്റ് കൊണ്ടാണ് നമുക്ക് ഇൻവേർട്ടഡ് പിരമിഡ് കിട്ടുന്നത്. അടുത്ത പിരമിഡ് ഓഫ് എനർജി. ഇപ്പോൾ പിരമിഡ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ യൂഷ്വലി അപ്രൈറ്റ് പിരമിഡ് തന്നെയായിരിക്കും ഉണ്ടാവുക, സാധാരണ പിരമിഡ് പോലെ. ഈ പിരമിഡ് ഓഫ് എനർജി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്നതും ഇത് പ്രൊഡ്യൂസേഴ്സ്, ഗ്രീൻ പ്ലാന്റ്സ്, ഈ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടേർഷ്യറി കൺസ്യൂമർ, ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്തോറും ഈ എനർജി ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിൽ പോകുമ്പോൾ 90% എനർജിയും ഡീഗ്രേഡ് ചെയ്യും, അതായത് ഇല്ലാതാവും. ബാക്കി 10% അടുത്ത ട്രോഫിക് ലെവലിൽ കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 100% എഴുതുക. ഗ്രീൻ പ്ലാന്റ്സിൻ്റെ എനർജി 100% എഴുതുക. ഇനി ഈ എനർജി പ്രൈമറി കൺസ്യൂമറിൽ എത്തും തോറും 90% ഡീഗ്രേഡ് ചെയ്ത് പോകും. ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് പോവുക, ഹീറ്റായിട്ട് പോവും, ഡീകമ്പോസിഷനിലൂടെ പോവും, അതിന് ലൈഫ് പ്രോസസ്സിന് പോവും. അതായത് സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജിൻ്റെ 10% മാത്രമേ ഗ്രീൻ പ്ലാന്റ്സ് എന്തിനു കൊടുക്കുന്നുള്ളൂ? അടുത്ത ട്രോഫിക് ലെവലിന് കൊടുക്കുന്നുള്ളൂ. പിന്നെ സെക്കൻഡറി കൺസ്യൂമർ വരുമ്പോൾ 1% ആയി, 0.1 ആയി, 0.0 ആയി. അങ്ങനെ ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും ഈ എനർജി ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ ഈ എനർജീൻ്റെ ഡീഗ്രേഡേഷൻ നമ്മളൊരു പിരമിഡൽ ഫോമിന് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നു. അടുത്തത് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. പിരമിഡ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, പിരമിഡ് ഓഫ് നമ്പേഴ്സ്. അതായത് എല്ലാ പിരമിഡിലും ഓരോ റീജിയനിലും ഓരോ ട്രോഫിക് ലെവൽ ഉണ്ടാവുക. പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസിൻ്റെ നമ്പർ കാണിക്കുന്നു. എനർജി എന്ന് പറയുമ്പോൾ എനർജി കാണിക്കുന്നു. മാസ് എന്ന് പറയുമ്പോൾ ഓരോ ട്രോഫിക് ലെവലിൽ മാസ് കാണിക്കുന്നു. അതുപോലെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രോഫിക് ലെവലിലെ ഓർഗാനിസംസിൻ്റെ നമ്പറാണ് കാണിക്കുക. എക്സാമ്പിൾ, ഇവിടെ കുറേ പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട്, പ്ലാന്റ്സ്, ട്രീസ്. ഓക്കെ, ഇനി അടുത്തത് പ്ലാന്റിനെ ആഹാരമാക്കുന്ന ഗ്രാസ് ഹോപ്പർ, റാബിറ്റ്, ഡിയർ, അങ്ങനെയുള്ള ജീവികൾ. ഈ പ്ലാന്റിനെ ആഹാരമാക്കുന്ന ജീവികൾ. അപ്പം ഇതാണ് സെക്കൻഡ് ട്രോഫിക് ലെവൽ, ഇത് ഫസ്റ്റ് ട്രോഫിക് ലെവൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്കോസിസ്റ്റത്തിൽ പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണത്തെ കഴിഞ്ഞും കുറവായിരിക്കും. ഇനി പ്രൈമറി കൺസ്യൂമറിൽ നിന്ന് സെക്കൻഡറി കൺസ്യൂമറിലോട്ട് വരുമ്പോൾ ഈ പ്രൈമറി കൺസ്യൂമറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സെക്കൻഡറിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഓർ നമുക്ക് ഇങ്ങനെ പറയാം, സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിഞ്ഞ് കുറവായിരിക്കും. ഇനി ടേർഷ്യറി കൺസ്യൂമറിലോട്ട് വരുമ്പോൾ ടേർഷ്യറി കൺസ്യൂമറിൻ്റെ എണ്ണം സെക്കൻഡറിയേക്കാൾ കുറവായിരിക്കും. നോക്കൂ, ഇവിടെ മൂന്നെണ്ണം കാണിച്ചിരിക്കുന്നത്. ഫ്രോഗ് കാണിച്ചിട്ടുണ്ട്, സ്നേക്ക് കാണിച്ചിട്ടുണ്ട്, ഒരു ബിയർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും
ഈ മൂന്ന് ജീവികളുടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്തായി? 2ആയി. അപ്പോൾ ഇത് ഒരു മനസ്സിലാക്കാനുള്ളൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ട്രോഫിക് ലെവൽ, ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും അതിനെ തൊട്ട് മുമ്പത്തെ ട്രോഫിക് ലെവലിനേക്കും എണ്ണം കുറഞ്ഞാണ് വരിക. ഓക്കെ, നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഒരു 100 മാനുള്ള 100 ഡിയറുള്ള അല്ലെങ്കിൽ ഉള്ള ഒരു ഫോറസ്റ്റിൽ ഒരു 1-2 സിംഹങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇപ്പം നമുക്കൊരു ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്രാസ്, ഡിയർ, ലയൺ, ഇതിന് ഫുഡ് ചെയിൻ എടുക്കുകയാണെങ്കിൽ പ്ലെൻറ്റി ഓഫ് ഗ്രാസസ്, ധാരാളം ഗ്രാസ്, ഒരു 100 മാൻ അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ 100 മാനിനെ ഭക്ഷിക്കാൻ ഒരു 2-3 സിംഹങ്ങൾ. അപ്പോൾ ഇത് 3 ട്രോഫിക് ലെവലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്പർ നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പർ എടുക്കുവാണെങ്കിൽ ഒരു 10,000 പ്ലാന്റ്സ് എടുക്കാം, ഒരു 100 മാൻ, ഇനി ഒരു 3 or 4 ലയൺസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഓരോ ട്രോഫിക് ലെവലിലും ഈ നമ്പർ കുറഞ്ഞു വരുന്നു. ഇങ്ങനെ ഓരോ ട്രോഫിക് ലെവലിലും നമ്പർ കുറഞ്ഞു വരുന്നതിനെ ഒരു പിരമിഡൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ എക്കോളജിക്കൽ പിരമിഡ്സിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. താങ്ക് യു.